ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇസ്മുൽ ആലം എന്ന ഒരു നാമമുണ്ട്. വല്ലാത്ത മഹത്വമുള്ള നാമമാണത്. ആ നാമം ഉച്ചരിച്ച് എനിക്ക് പറക്കണോ എന്നാൽ പറക്കാം, പക്ഷെ ഇന്നതാണെന്ന് വ്യക്തമാക്കി തന്നിട്ടില്ല. ഒരഭിപ്രായ പ്രകാരം അള്ളാഹു എന്നുള്ളത് ഇസ്മുൽ ആലമാണ്. ഇന്ദൽ അക്സർ ഉലമാവിൻ്റെ അടുക്കലും അധിക ഉലമാവിൻ്റെ അടുക്കലും ഇസ്മുൽ ആലം ഏതാണ്? അള്ളാഹു. അങ്ങനെ ആകുമ്പോൾ എന്നാൽ ബഹുമാനപ്പെട്ട വഖ്താറൻ നവവിയു റഹിമഹുല്ലാഹു അന്നഹുൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ്. ഇമാം നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഇസ്മുൽ ആലം അൽ ഹയ്യുൽ ഖയ്യൂം എന്ന നാമമാണ്. അപ്പോൾ അല്ലാഹ് 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 ഈ പേര് നമ്മൾ ഇങ്ങനെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം. അൽ ഹയ്യുൽ ഖയ്യൂം, ഹയ്യുൽ ഖയ്യൂം, ഈ നാമം നാം ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. അപ്പൊരു ചോദ്യം, ഇസ്മുൽ ആലം ചൊല്ലി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം കിട്ടുമല്ലോ. നമ്മൾ അള്ളാഹു എന്ന് ഉച്ചരിച്ച് എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇല്ലേ? യാ ഹയ്യു യാ ഖയ്യൂം എത്ര പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. എന്താ ഉത്തരം കിട്ടാത്തത്? അത് ഇസ്മുൽ ആലം അല്ലാത്തത് കൊണ്ടല്ല. അതെന്താടോ? അതിന് മറുപടി എന്താ? പ്രാർത്ഥനക്ക് ചില നിബന്ധനകളും മര്യാദകളും ഉണ്ട്. ആ മര്യാദകൾ ഉണ്ടാവുമ്പോഴാണ് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുക. ഇസ്മുൽ ആലം കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും എന്തു വേണം? ആ അദബും ഷർത്തുകളും പാലിക്കണം. എന്താ ഒന്നാമത്തത്? പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ ഷർത്ത് എന്താ അറിയോ? എന്താ? ഇസ്ലാഹുൽ ബാത്തിനി ബില്ലുക്കുമത്തിൽ ഹലാൽ. ഹലാലായ അന്നം തിന്നണം. ഉള്ളിക്ക് കയറ്റണതേ ഇങ്ങോട്ട് കടിക്കാത്തൊക്കെ എല്ലാം കയറ്റിവിടലല്ല. നമ്മൾ തിന്നാൻ പോകുന്നത് ഹലാലാണെന്ന് നമുക്ക് ധാരണ വേണം. മനസ്സിലായില്ലേ? ഹലാല് തിന്നണം. കിട്ടാലും കൂടി എന്താണ്ട അട് തേമ്പാൻ നിൽക്കണ്ട. ഇതാണ് ഒന്ന്. എന്താണ്? ഹലാലായ ഭക്ഷണം തിന്നണം. അള്ളാഹു ഹലാല് മാത്രം കഴിക്കാൻ സൗകര്യം ചെയ്തു തരട്ടെ. മിഫ്താഹു സമാ, ആകാശത്തിന്റെ താക്കോലേതാ? അദ്ദുആ, പ്രാർത്ഥന. ആകാശം കുത്തി തുറന്നിട്ടാണ് പോവും പ്രാർത്ഥിച്ചാൽ. പക്ഷേ ആ പ്രാർത്ഥനയാകുന്ന താക്കോലിന്റെ പല്ലുകളോ ഏതാ പല്ല്? ലുക്മത്തുൽ ഹലാൽ. ഹലാലായ അന്ന ഉരുളെ അത് എന്നാലെന്താവുള്ളൂ? തുറക്കുള്ളൂ. രണ്ട് ഷർത്താണുള്ളത്. വാഹിറുഹ അൽ ഇഖ്ലാസു വഹുദൂറുൽ ഖൽബ്. മൂന്നെണ്ണായി. ഇപ്പം ഹലാലായ ഭക്ഷണം കഴിക്കണം. ഒന്ന്. രണ്ടോ ഇഖ്ലാസ് വേണം ദ്വാരക്കുമ്പോൾ. മൂന്ന് ഹൃദയ സാന്നിധ്യം. നമ്മളെ മനസ്സോ ഇവിടെ കിടക്കണം, പെരയില. എന്നിട്ടോ ഞാൻ ദ്വാരക്കാം, ഒരു ചുക്കും കിട്ടില്ല. അതല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇസ്മുൽ ആലം അല്ലാത്തതുകൊണ്ടല്ല. ഈ അഭിപ്രായ പ്രകാരേ അള്ളാഹു മുഴുങ്ങണൊക്കെ എന്താക്കി മാക്കിയായിട്ട് അള്ളാഹു താല എന്താ പറഞ്ഞേ? ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താ? അള്ളാഹിനോട് നിങ്ങൾ ദ്വാരുന്നോളി, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തോളി. പക്ഷെ എന്താ? എങ്ങനെയാണ്? മുഖ്ലിസീന ലഹുദ്ദീൻ, ഖലാസോടുകൂടെ. അമലുകൾ അള്ളാഹുവിന് തനിപ്പിച്ചുകൊണ്ടാണ് ദുആണം എന്താണെങ്കിൽ. അപ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന പദങ്ങളെ പ്രശ്നമല്ല, ആ പ്രാർത്ഥനകളുടെ നിബന്ധനകൾ നഷ്ടപ്പെട്ടതാണ് പ്രശ്നം. അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞേ അലൈഹിസ്സലാം, യാ മൂസാ ഇൻ അറദ്ത അയുസ്തജാബ ലക ദുആഉക ഫസുൻ ബത്നക അനിൽ ഹറാം വജവാരിഹക അനിൽ ആസാം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണോ? എന്നാൽ ഹറാമിനെ തൊട്ട് പള്ളയെ കാത്തോളി. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? രണ്ടാമത്തത് വജവാരിഹക അനിൽ ആസാം, അവയവങ്ങളെ തെറ്റുകുറ്റങ്ങളെ തൊട്ട് കാത്തോളൂ. എന്നാലാണ് പ്രാർത്ഥനയ്ക്ക്
ഉത്തരം കിട്ടുക. ഇത് പ്രാർത്ഥിക്കലുണ്ടോ? ഉത്തരം കിട്ടാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നല്ല ഉഷാറായി കാര്യം. ഇല്ലെങ്കിലോ പ്രാർത്ഥനയ്ക്കുള്ള നിബന്ധനകളൊന്നും ഒത്തിയിട്ടുണ്ടാവില്ല. അല്ലാഹു തആല ഇഖ്ലാസോടുകൂടെ പ്രാർത്ഥന നമുക്ക് തൗഫീഖ് നൽകട്ടെ, പ്രാർത്ഥിക്കാൻ തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.